നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ ഏകദേശം 3500ഓളം ഒഴിവുകളാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ റിക്രൂട്ട്മെന്റ് സാധാരണ ഈ നോർസെറ്റിൽ കൂടെ എയിംസിന്റെ റിക്രൂട്ട്മെന്റ് മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം 132 വേക്കൻസീസ് വരുന്നുണ്ട്. അതേപോലെ ജിപ്മറിൽ 446+8 അതായത് 454ഓളം വേക്കൻസി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. അതായത് നോക്കിക്കേ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് നഴ്സിംഗ് മാത്രമല്ല, ഈ പറഞ്ഞ GK ജനറൽ നോളജ് ഒക്കെ കവർ ചെയ്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമ്മുടെ നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ ഏകദേശം 3500ഓളം ഒഴിവുകളാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെ സ്ഥാപനം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അതായത് നമ്മുടെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കൂടാതെ ജിപ്മർ, നമ്മുടെ പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ, കൂടാതെ ESIC ഇന്ത്യയിൽ ഒട്ടുക ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ESIC ന്യൂഡൽഹിയാണ്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും കേട്ടോ, കാരണം എനിക്കൊന്നും നേരത്തെ കുറെ നാള് മുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് ആനുകൂല്യങ്ങളുള്ള, അതായത് നല്ല ശമ്പളമാണ്. നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം 1 ലക്ഷം അടുപ്പിച്ച് 90,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ശമ്പളം ഉണ്ടാവും. അതുകൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൂടെയുള്ള ഒരു ജോലിയാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിട്ടുള്ള എയിംസ്, ജിപ്മർ, കൂടാതെ ESIC-യിലൊക്കെയുള്ള നഴ്സിംഗ് ഓഫീസർ തസ്തിക എന്ന് പറയുന്നത്. അതായത് അപ്പൊ നിങ്ങൾ ആലോചിക്കും ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെ? ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന്, നമുക്ക് വർഷത്തിലൊരിക്കൽ, ആദ്യത്തെ 8 വർഷം നമുക്ക് വർഷത്തിലൊരിക്കൽ വീട്ടിൽ വന്നു പോകാനുള്ള സെക്കൻഡ് AC ടിക്കറ്റ്, ട്രെയിനിൽ സെക്കൻഡ് AC ടിക്കറ്റ് ആണ് കേട്ടോ. അതിനുശേഷം 8 വർഷം കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തിലൊരിക്കൽ ഉണ്ടാകും. അതുകൂടാതെ ഒരു ഓൾ ഇന്ത്യ LTC എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിത്ത് ഫാമിലി നമുക്ക് യാത്ര ചെയ്യാം. അതിന്റെ ചെലവുകളൊക്കെ വഹിക്കുക പിന്നെ നമ്മുടെ സ്ഥാപനം തന്നെ ആയിരിക്കും. അതുകൂടാതെ നമ്മുടെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. നമ്മുടെ 2 കുട്ടികൾക്ക് കേട്ടോ, 2 കുട്ടികൾ വരെ നമുക്ക് അവരുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസും ഒക്കെ ഗവൺമെന്റ് വഹിച്ചോളും. അതായത് നമ്മൾ അതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി, അതിന്റെ റീഇംബേഴ്സ്മെന്റ് ഒക്കെ കിട്ടിക്കോളും. ഇത് കൂടാതെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അതായത് മെഡിക്ലെയിം പോലെയുള്ള, അതായത് നമ്മുടെ അവിടെ സെൻട്രൽ ഗവൺമെന്റ് വരുന്നത് EHS ആണ്, എംപ്ലോയീസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പം അതുപോലുള്ള ഒരുപാട്, ഇതൊന്നും അല്ല കേട്ടോ, ഇത് 1-2 ആയിട്ടുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ള ഒരു പോസ്റ്റാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ നഴ്സിംഗ് ഓഫീസർ തസ്തിക എന്ന് പറയുന്നത്. സോ ഇതിന്റെ റിക്രൂട്ട്മെന്റ് സാധാരണ ഈ നോർസെറ്റിൽ കൂടെ എയിംസിന്റെ റിക്രൂട്ട്മെന്റ് മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷത്തേക്ക് എന്താണ്, അവർ ജിപ്മറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. കൂടാതെ ESIC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ESIC-യിലൊക്കെ റിക്രൂട്ട്മെന്റ് ഇപ്രാവശ്യം ഈ നോർസെറ്റ് വഴിയാണ് നടത്തുക. അപ്പം ഈ എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഉള്ള എക്സാം ഒറ്റ എക്സാം ആക്കിയിരിക്കാൻ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ നോർസെറ്റിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നോക്കിയേ, BSc നഴ്സിംഗ് അല്ലെ? BSc നഴ്സിംഗ് അല്ല എങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അല്ലെ? പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കേട്ടോ. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് അവർക്കാണെങ്കിൽ രജിസ്ട്രേഷൻ മാത്രം മതി കേട്ടോ. അതായത് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് രജിസ്ട്രേഷൻ കൗൺസിലിലെ രജിസ്ട്രേഷൻ മാത്രം മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് GNM, അതായത് ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ് പാസ്സായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. കൂടാതെ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്, പിന്നെ ഈ 2 വർഷം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേണോ എന്നുള്ളത്. 2 വർഷം കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് വേണ്ട, ടോട്ടൽ എക്സ്പീരിയൻസ് 2 ഇയേഴ്സ് വേണം എന്നുള്ളതാണ്. എവിടെയാണ്? മിനിമം ഒരു 50 ബെഡ് ഹോസ്പിറ്റൽ കേട്ടോ. മിനിമം ഒരു 50 ബെഡ് ഹോസ്പിറ്റലിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ആർക്കാ? ഈ GNM കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് കേട്ടോ. നെക്സ്റ്റ്, ഇതിന്റെ ഏജ് വരുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് വരുന്നത്. ഇതിൽ OBC-ക്ക് SC/ST-ക്ക് സാധാരണ കിട്ടുന്ന റിലാക്സേഷൻ, അതായത് OBC-ക്ക് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/ST-ക്ക് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും പറയുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സ് കൂടാതെ OBC കാൻഡിഡേറ്റ്സിന് വരിക 3000 രൂപയാണ്. SC/ST കൂടാതെ EWS കാൻഡിഡേറ്റ്സിന് 2400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ എക്സാമിനേഷൻ സീക്വൻസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്റ്റേജ് ആയിട്ടാണ്. സാധാരണ നോർസെറ്റ് എക്സാം ഒക്കെ ഇതുപോലെ 2 സ്റ്റേജ് എക്സാം ആയിട്ടാണ് നടത്തുന്നത്. രണ്ടും CBT ആണ് അല്ലെ? CBT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ ഒന്നാമത്തേത് സ്റ്റേജ് 1 എക്സാം. നമ്മൾ സാധാരണ ഈ പ്രിലിമിനറി എക്സാം എന്ന് പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. പ്രിലിമിനറി എക്സാം ആണ്. എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 14 കേട്ടോ. സെപ്റ്റംബർ 14 ഡേറ്റ് വരുന്നത്. അപ്പൊ ഏകദേശം ഒരു 50 ദിവസത്തോളം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനത് പറയാൻ കാര്യം, സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനും കഴിയും. അത് കഴിഞ്ഞിട്ട് വരുന്നതോ നോർസെറ്റ് മെയിൻ. അതാണ്
സെക്കൻഡ് സ്റ്റേജ് എക്സാം ആയിട്ട് വരുന്നത് നോർസെറ്റ് മെയിൻ വരുന്നത് 27 സെപ്റ്റംബർ കേട്ടോ. 27 സെപ്റ്റംബറിലാണ് എക്സാം വരിക. അപ്പം ഈ നോർസെറ്റ് സ്റ്റേജ് 1 അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും മെയിൻസ് എഴുതാൻ കഴിയില്ല. അവിടെ നിന്ന് സെലക്ഷൻ കിട്ടുന്നവർക്ക് മാത്രമായിരിക്കും മെയിൻ എക്സാം എഴുതാനായിട്ട് കഴിയുക. അതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ നമുക്ക് നോക്കിയാലോ. നോക്കിക്കേ, സ്റ്റേജ് 1 അല്ലെങ്കിൽ നോർസെറ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ്സ് ആണ് കേട്ടോ. അതായത് ഒരു 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ആണ് എക്സാം വരിക. ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 100 കേട്ടോ. 100 MCQs ആണ് വരിക. ഇതില് 100 നഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ. നോക്കിക്കേ, 20 MCQ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ റീസണിങ്, GK ജനറൽ നോളജ് കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് കേട്ടോ. ജനറൽ നോളജ് കൂടാതെ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് 20 ക്വസ്റ്റ്യൻസ് വരിക. അതേസമയം ബാക്കിയുള്ള 80 MCQs വരുന്നത് നമ്മുടെ നഴ്സിംഗ് സിലബസ് അനുസരിച്ചിട്ടാണ് വരിക കേട്ടോ. അതായത് 2080 ആണ് വരിക. 80 ക്വസ്റ്റ്യൻസ് വരിക നഴ്സിംഗ് സിലബസ് അനുസരിച്ചിട്ടും 20 ക്വസ്റ്റ്യൻസ് വരുന്നത് GK ജനറൽ നോളജ് കൂടാതെ ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും, അതായത് 80-20 ആണ് വരുന്നത്. അപ്പൊ രണ്ടും പഠിക്കണം കേട്ടോ. അതായത് നഴ്സിംഗ് നന്നായിട്ട് പഠിക്കുക, അതുകൂടാതെ തന്നെ നമ്മുടെ ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിനായിട്ട് പോകാൻ. പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. അതായത് 1/3 മാർക്ക് കേട്ടോ. 1/3 മാർക്ക് റോങ് ആൻസേഴ്സിന് കുറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരിക നമ്മുടെ നോർസെറ്റ് സ്റ്റേജ് 1 അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമിലെ ക്വസ്റ്റ്യൻസ് 5 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. അതില് ഓരോ സെക്ഷനും 18 മിനിറ്റ് ഡ്യൂറേഷൻ ആണ് ലഭിക്കുക കേട്ടോ. ഓരോ സെക്ഷനും 18 മിനിറ്റ് ഡ്യൂറേഷൻ ആണ് ലഭിക്കുക. ആ 18 മിനിറ്റ് ഡ്യൂറേഷനിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 18 മിനിറ്റ് ഡ്യൂറേഷനിൽ. അങ്ങനെയുള്ള 5 സെക്ഷൻസ് ആണ് നമുക്ക് എക്സാമിനായിട്ട് ലഭിക്കുക. ഇതിലാണ് പ്രിലിമിനറി എക്സാമിനായിട്ട്. ഇനി ഈ പ്രിലിമിനറി എക്സാംസ് ക്ലിയർ ചെയ്യുന്നവരായിരിക്കും നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നോർസെറ്റ് മെയിൻ എക്സാമിലേക്ക് പോവുക കേട്ടോ. നോർസെറ്റ് മെയിൻ എക്സാമിലേക്ക് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിലിമിനറി എക്സാം 90 മിനിറ്റ് ആയിരുന്നു എങ്കിൽ നോർസെറ്റ് മെയിൻ എക്സാമോ 180 മിനിറ്റ്സ്, അതായത് എത്രയാ 3 മണിക്കൂർ കേട്ടോ. 1.5 മണിക്കൂറാണ് മെയിൻ എക്സാം, പ്രിലിമിനറി എക്സാം എങ്കിൽ മെയിൻ എക്സാം വരിക 180 മിനിറ്റ് അല്ലെങ്കിൽ 3 മണിക്കൂറാണ് വരിക. ഇവിടെ ഒരു പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം 160 MCQs ആണ് വരിക. ഈ 180 മിനിറ്റിൽ 160 MCQs ആണ് വരിക. ഇതെല്ലാം നമ്മുടെ നഴ്സിംഗ് സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ട കാര്യം കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കേട്ടോ. കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നോളജ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം പോരാ, പ്രത്യേകിച്ച് നോർസെറ്റ് മെയിൻ എക്സാമിന് അവിടെ കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കുന്നുണ്ട്. നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. 1/3 നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. അതായത് 3 ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും, അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്ക് കുറയും. ഇവിടെ നോക്കിക്കേ 4 സെക്ഷൻസ് ആണ് വരിക കേട്ടോ. നോർസെറ്റ് മെയിനിൽ 4 സെക്ഷൻസ് ആണ് വരിക. ഓരോ സെക്ഷനും 45 മിനിറ്റ് ഡ്യൂറേഷൻ ആണ്. അതിൽ ഓരോ സെക്ഷനിലും 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അതായത് 4 സെക്ഷൻസ് ആണ്. ഓരോ സെക്ഷനും 45 മിനിറ്റ് ആണ്. അതിൽ ഓരോ സെക്ഷനിലും 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ടോട്ടൽ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞല്ലോ 180 കേട്ടോ. 180 മിനിറ്റ്സ് ആണ് ഇവിടെ നമുക്ക് എക്സാമിനായിട്ട് ലഭിക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഈ വേക്കൻസീസ് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, പല സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എയിംസിലേക്ക് നടക്കുന്നുണ്ട്. ഏകദേശം 18 എയിംസിലേക്കുള്ള വേക്കൻസീസ് വരുന്നുണ്ട്. അതായത് എയിംസ് പത്തനംതിട്ട, ഭോപ്പാൽ, ഭുവനേശ്വർ ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ്, അവന്തിപുര, ദിയോഗഡ്, ഗോരഖ്പൂർ, ഗൗഹാട്ടി, കല്യാണി അത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ്. പിന്നെ മംഗളഗിരി, നമുക്ക് ഏറ്റവും അടുത്ത മംഗളഗിരിയാണ് കേട്ടോ. അതായത് ആന്ധ്രാപ്രദേശിലാണ്. നമ്മുടെ കേരള എക്സ്പ്രസ് ഒക്കെ അതുവഴിയാട്ടോ പോവുക. നെക്സ്റ്റ് നാഗ്പൂർ, കൂടാതെ ന്യൂഡൽഹി വരുന്നുണ്ട്, പാറ്റ്ന, റായ്ബറേലി, റായ്പൂർ, രാജ്കോട്ട്, ഋഷികേശ്, വിജയ്പൂർ ഒക്കെ വരുന്നുണ്ട്. ഇതാണ് എയിംസ് കേട്ടോ. എയിംസ് 18 സ്ഥാപനങ്ങളിലേക്കാണ് വരിക. അതുകൂടാതെ നമ്മുടെ ജിപ്മർ കേട്ടോ. ജിപ്മർ ആക്ച്വലി പറഞ്ഞാൽ 3 സെന്റേഴ്സ് ആണ് ഉള്ളത്. അതിലിപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കുക ജിപ്മർ പുതുച്ചേരി, നമ്മുടെ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ജിപ്മർ കേട്ടോ. ജിപ്മർ പുതുച്ചേരി, കൂടാതെ ജിപ്മർ യാനം കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ജിപ്മർ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല, പോയി വരാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പോകാനായിട്ട് അധികം ദൂരമില്ല. ട്രെയിനിലൊക്കെ ഒരു ഓവർനൈറ്റ് ജേർണി കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാണ് ഈ പുതുച്ചേരി എന്നൊക്കെ പറയുന്നത്. കൂടാതെ ESIC ന്യൂഡൽഹി കേട്ടോ. ESIC ന്യൂഡൽഹിയിൽ വരുന്ന വേക്കൻസീസ് 832 വേക്കൻസീസ് വരുന്നുണ്ട്. അതേപോലെ ജിപ്മറിൽ 446 + 8 അതായത് 454ഓളം വേക്കൻസീസ് ജിപ്മറിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വേക്കൻസീസ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ് ഇത് കേട്ടോ. അത്യാവശ്യം നല്ല വേക്കൻസീസ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ് ഈ നോർസെറ്റ് 9 എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക്
ജോലിയിൽ കയറാൻ, അതായത് എന്താ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ കയറണമെന്നുണ്ടെങ്കിൽ വളരെ ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ നോർസെറ്റ് 9 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സിലബസ് എന്ന് പറയുന്നത് അതിന്റെ പ്രിലിമിനറി എക്സാമിൽ 80-20 ആണ്. 80 നഴ്സിംഗും 20 GK റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അത് രണ്ടും കൃത്യമായിട്ട് ആ സിലബസ് അനുസരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം പെർഫോം ചെയ്യാനായിട്ട് കഴിയും. അതിന്റെ മെയിൻ എക്സാം വരുന്നത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവിടെ 180 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ നഴ്സിംഗിൽ നിന്ന് തന്നെ ആയിരിക്കും വരിക. അപ്പൊ ഇതിൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ കോൺഫിഡന്റ് ആണ്, നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോളജ് ഒക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്താൽ മതിയെങ്കിൽ അത് മതി. ആ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി, കുഴപ്പമില്ല. അതല്ല നിങ്ങൾക്ക് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 28-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 50 ഡേയ്സ് ആയിരിക്കും നമുക്ക് എക്സാമിന് വേണ്ടി ലഭിക്കുക. ഈ 50 ഡേയ്സ് നിങ്ങൾ വിയർപ്പൊഴുക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. അതായത് നോക്കിയേ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് നഴ്സിംഗ് മാത്രമല്ല, ഈ പറഞ്ഞ GK ജനറൽ നോളജ് ഒക്കെ കവർ ചെയ്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൂടാതെ നമ്മുടെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ അടങ്ങുന്ന ഒരു പാക്കേജ് ആണ് നമ്മൾ ഈ നോർസെറ്റ് 9 പ്രിപ്പറേഷന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ മെയിൻ എക്സാം വരെ ഉണ്ടാകും കേട്ടോ. അതായത് മെയിൻ എക്സാം വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന്. അങ്ങനെയല്ല. കാരണം ഇതിന്റെ ഏകദേശം 13 ദിവസമാണ് നമുക്ക് പ്രിലിംസും മെയിനും തമ്മിലുള്ള ദിവസം വ്യത്യാസം വരിക കേട്ടോ. 13 ദിവസമാണ് വരിക. ഏകദേശം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മുടെ ഈ പ്രിലിമിനറിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷം പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പോഴേ തന്നെ മെയിനിനും നമ്മുടെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. അതുകൂടാതെ തന്നെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഇന്റൻസീവ് ആയിട്ട് നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ എഡ്യൂസ് അക്കാഡമി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റ് ഉറപ്പിക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഈ നോർസെറ്റ് 9 നമുക്കായിട്ട് നൽകുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള എല്ലാ ഭാഗ്യവും ലഭിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.